നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അനാച്ഛാദനവും ഔദ്യോഗിക ലോഗയും ജേഴ്സി പ്രകാശനവും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ഹോട്ടൽ ഹൊറിസോണിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സൂപ്പർ കപ്പ് 2024 സ്പോർട്ട് ടൗൺ സംഘടിപ്പിക്കുന്ന അഭിമാനകരമായ ഫുട്ബോൾ ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിനായുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള ടീമുകൾ മത്സരിക്കുന്നതിനാൽ അഭിനിവേശത്തിന്റെയും കായികക്ഷമതയുടെയും മികച്ച പ്രദർശനമായി മാറുമെന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ടൂർണമെന്റിന്. ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ കായിക വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തന്റെ ഉൾക്കാഴ്ചകൾ പങ്കിടുകയും ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ മറ്റു വിശിഷ്ടാതിഥികളും സംസാരിച്ചു. നാട്ടിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കഴിവുള്ള ചെറുപ്പക്കാർ 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ജന്മനാൽ തന്നെ കായിക മേഖലയിൽ വളരെ ശേഷിയുള്ളവർ. എന്നാൽ അവർക്ക് മതിയായ സഹായം കിട്ടാത്തത് കൊണ്ടും മതിയായ സാങ്കേതികമായ ഇടപെടൽ ലഭിക്കാത്തത് കൊണ്ടും ഒക്കെ തന്നെ അവരുടെ ശേഷി ഒരു പ്രായം കഴിഞ്ഞാൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടായി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവരൊരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശേഷിക്കപ്പുറമാണ് ഈ മേഖലയുടെ ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ അദ്ദേഹത്തെ സമീപിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ഒരു ഫുട്ബോൾ ടൂർണമെന്റ്, ഫുട്ബോൾ ലീഗ്, അതിന് അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങൾ കൂടി അവർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അതിന്റെ സംഘാടകർ തന്നെ സംസാരിക്കും. ശ്രീകാന്ത് എന്നാണ് സ്പോർട്ട് ടൗൺ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റെപ്രസെന്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ പതിറ്റാണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന കുറച്ച് സ്പോർട്സ് പ്രേമികൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭമാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്പോർട്സ് മേഖല കഴിഞ്ഞ 1.5 ഡെക്കേഡ്സ് നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കൂടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ഒരു സമയത്ത് കേരളം ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയിൽ ഫുട്ബോൾ ആയിക്കോട്ടെ, അത്ലറ്റിക്സ് ആയിക്കോട്ടെ, മറ്റേത് മേഖലയിലായിക്കോട്ടെ വളരെ ഉയരത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ഒരു 15-20 നമ്മൾ താഴോട്ടാണ്. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ, നമ്മളെ കൊണ്ടാകുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഫുട്ബോളിന് ഒരു ട്രഡീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ്, തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ പതിറ്റാണ്ടിന് മുമ്പ് ടൂർണമെന്റ് നടക്കുമ്പോഴോ കവിഞ്ഞ് അത് ഒരാൾ ഇരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായ അത്രയും ആവേശം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷെ എന്തൊക്കെയോ നടന്നുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകൾ പല ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. നമ്മൾ വിചാരിച്ചാലെല്ലാം നടക്കും എന്ന ധാരണയും നമുക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇടപെടണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തുടങ്ങിയ ഓർഗനൈസേഷനാണ്. അതിനുവേണ്ടി ചെറിയ രീതിയിൽ കഴിഞ്ഞ 6 വർഷങ്ങളായി നമ്മൾ പ്രവർത്തിക്കുന്നു. കൂടുതലും ഫുട്ബോൾ മേഖലയിലാണ്. തീരദേശത്തുള്ള ഒരു 200ഓളം കുട്ടികളെ സൗജന്യമായി ഫുട്ബോൾ പഠിപ്പിക്കുകയും അവരെ ഇന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോളുകളിൽ ഒരു 30ഓളം കുട്ടികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും സംസ്ഥാനത്തെയും ഒക്കെ റെപ്രസെന്റ് ചെയ്ത് ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ സംസ്ഥാനത്തേക്ക് റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ സാമ്പത്തികം കുറവായതുകൊണ്ടൊക്കെ വളരെ താഴോട്ടാണ്. അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ട് നമ്മൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് പോലെ സാറ് എന്നോടും നമ്മൾ സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമീപിച്ചു. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നതിനേക്കാൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സമയത്തും നമുക്ക് കിട്ടിയത് വളരെ പോസിറ്റീവ് ആൻഡ് ക്വിക്ക് റെസ്പോൺസ് ആണ്. അപ്പോൾ ആക്ഷൻ അവിടെ നടക്കുകയാണ്. ആ രീതിയിലായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഫുട്ബോൾ ടൂർണമെന്റിലൂടെ തുടങ്ങുകയാണ്. ഈ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ 3-ാം തീയതി തുടങ്ങി 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാക്സിമം കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നമ്മളൊരു ടൂർണമെന്റ് ചെയ്യുന്നു. അതിന്റെ കലാശക്കൊട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ചന്ദ്രശേഖരൻ സ്റ്റേഡിയം പോലുള്ള ഫ്ലഡ് ലൈറ്റിൽ തന്നെ ചെയ്ത് കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് സംഘടന ആഗ്രഹം പുറപ്പെടുന്നു. അപ്പൊ ആ രീതിയിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നതാണ്. സോ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ മിനിമം 16 ടീമുകൾ മുതൽ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏകദേശം 16 മുതൽ അധികം 32ഓളം ടീമുകൾ എന്ന് പറയുമ്പോൾ ഒരു 500 അടുപ്പിച്ച് കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്.
നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ തയ്യാറായ രാജേഷ് സാർ പിന്നെ പത്നി മാഡം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു. അർജുന ഓറാടി സ്പോർട്സിനെ കുറിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ വേറൊരു ആളുടെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ വളരെ സന്തോഷം. റിക്വസ്റ്റ് എവരിബഡി സപ്പോർട്ട് മീഡിയ. ഈ കാര്യങ്ങൾ ഒബ്വിയസ്ലി മുന്നോട്ട് വന്നാൽ മാത്രമാണല്ലോ നമുക്കിത് കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ. സോ റിക്വസ്റ്റ് എവരിബഡി ടു സപ്പോർട്ട് us on this initiative. സാറ് പറഞ്ഞത് ജസ്റ്റ് എ ബിഗിനിങ്, നമ്മൾ തുടങ്ങുന്നതാണ്. വരുന്ന വർഷങ്ങളിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇതിന്റെ കൂടെ ഉണ്ടാവും. അടുത്തതിലേക്ക് പോകുന്നതിന് ഞാൻ ഒരു കാഴ്ചപ്പാടോട് ഇതിനെ കുറിച്ച് നമ്മളിത് ഇവരൊരു ചർച്ച നടത്തിയ സമയത്ത് വന്നത് പലതരത്തിലുള്ള ഫുട്ബോൾ രംഗത്ത് കഴിവ് തെളിയിച്ച വളരെ വലിയ ടീമുകളെ കൊണ്ടും തിരുവനന്തപുരത്ത് കളിപ്പിക്കുമ്പോൾ ചർച്ച ആദ്യം വന്നിരുന്നു. പക്ഷെ നമ്മളതിന് പ്രാധാന്യം കൊടുത്തത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് പ്രത്യേകിച്ച് കടലോര മേഖലയിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാതെ, ബൂട്ടില്ലാതെ, ബോളില്ലാതെയൊക്കെ അവരുടെ ശേഷി പ്രയോജനപ്പെടാതെ പോകുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. വൈകുന്നേരങ്ങൾ നമ്മൾ ഈ തീരദേശ മേഖലകളിലൊക്കെ യാത്ര ചെയ്താൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവരൊക്കെ തന്നെ മത്സരിക്കുന്നത്. അതിനവർ പലരും വിജയിക്കുകയാണ്. അപ്പോൾ അവർക്ക് മതിയായ സഹായവും ഒരു പരിപാലനമൊക്കെ കൊടുക്കുകയും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഖേലോ ഇന്ത്യ പദ്ധതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർക്ക് സഹായമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന താരങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും തന്നെ കണ്ടെത്തി ഒരു 5-10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ വാർത്തെടുക്കുക എന്നുള്ള വളരെ വലിയൊരു പ്ലാനാണുള്ളത്. ഫുട്ബോൾ മാത്രമല്ല, പത്നി മാഡത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വളരെ വലിയൊരു അനുഭവ സമ്പത്താണ്, പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്താണ് പത്നി മാഡത്തിന് ഈ മേഖലയിലുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഇപ്പൊ പൂജപ്പുര ഗ്രൗണ്ട് ആയിക്കോട്ടെ, ചിച്ചരിക്കണ്ടം മൈതാനമായിക്കോട്ടെ, തിരുവനന്തപുരത്തെ 100 കണക്കിന് ടർഫുകളായിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ ആയിരക്കണക്കിന് 10,000 കായിക താരങ്ങളാണ്. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും കരാട്ടെ ആയിക്കോട്ടെ, കളരിപ്പയറ്റ് ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ തന്നെ ട്രെയിൻ ചെയ്യുന്നത്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞിട്ട് അവർക്ക് മുകളിലേക്കുള്ള ഒരു കൈപിടിച്ചുയർത്തുവാനുള്ള ഒരു താങ്ങ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അവരുടെ പരമാവധി ശേഷി സമൂഹത്തിനും അവർക്കും പ്രയോജനപ്പെടാൻ പറ്റാതിരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള അനുഭവ സമ്പത്തും അദ്ദേഹത്തിന് ഗവൺമെന്റിൽ ഇടപെടാൻ സാധിക്കുന്ന സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് ആ നിമിഷം തന്നെ ഈ സംഘടനയുടെ ചുമതലയുള്ളവർ അദ്ദേഹത്തെ വന്ന് കണ്ട് അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അതിൽ ഇടപെട്ട് അവർക്ക് ആവശ്യമായ സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കൊണ്ട് തന്നെ അവർ ടൂർണമെന്റായിട്ട് മുന്നോട്ട് പോകും. ഇത് ഫുട്ബോൾ മേഖലയിൽ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഏതൊക്കെ സാധ്യതകളാണ് ഉള്ളത് നിരവധി. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം നമുക്ക് അറിയാമായിരിക്കും. നമുക്കത് അതിശയിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് 100 കണക്കിന് ഏറ്റവും മികച്ച കുട്ടികൾ വളർന്നു വരുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോഴേക്കും വളരെ ദയനീയമാണ്. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ കളിക്കാൻ തുടങ്ങുന്നത്. പലർക്കും നന്നായിട്ട് വസ്ത്രമില്ല. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ഏത് തരത്തിൽ ഒരു ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി, അത് മന്ത്രി അക്കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടത്തുന്നത്. ഇനി പത്നി മാഡത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട്. ഏറ്റവും പ്രാധാന്യമായ നമ്മുടെ കാൻഡിഡേറ്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി രാജേഷ് ജി, മാധ്യമപ്രവർത്തകരെ, നമ്മുടെ ഇന്ന് ഈ സ്പോർട്സ് ടൗണിന്റെ മെമ്പർമാര്, സഹോദരി സഹോദരന്മാരെ, ഏറെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് ഈ ടൂർണമെന്റ്. കാര്യം നമുക്കറിയാം, IM വിജയനും ജോബ് പോൾ അഞ്ചേരിയും സി പാപ്പച്ചനും ഒക്കെ വളർന്നു വന്ന നാടാണ് കേരളം. ഒരു സമയത്ത് ഫുട്ബോളിൽ ഒരുപാട് വനിതാ താരങ്ങളുണ്ടായിരുന്നു. ഇന്ന് വനിതകളെല്ലാം കാണാനൂടെ ഇല്ലാത്ത ഒരവസ്ഥയായി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ടർഫുകളിൽ വൈകുന്നേരം ഫുട്ബോള് കുട്ടികൾ കളിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ എന്നും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്ത് പോകുന്ന ആളാണ്. അവിടെയും ഫുട്ബോള് എല്ലാ സ്റ്റേഡിയങ്ങളിലും ഫുട്ബോള് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കോച്ചസും ഒക്കെ ഉണ്ട്. ഇന്ന് ഈ തുടങ്ങാൻ പോകുന്ന നരേന്ദ്ര മോദിജി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വളരെ നന്നായിട്ട് നമുക്ക് നടത്തണം. ഒരുപാട് കായിക താരങ്ങൾക്ക് അതൊരു ആകർഷണമായിരിക്കും. നമ്മുടെ കേന്ദ്രമന്ത്രി അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്പോർട്സ് രംഗത്ത്
മോദിജി കൊടുക്കുന്ന പ്രാധാന്യം എന്തെല്ലാമാണെന്ന്. എത്രയോ കോടി രൂപകളാണ് സ്പോർട്സ് രംഗത്തിന് മാറ്റി വെച്ചേക്കുന്നത്. നമുക്കറിയാം, ഖേലോ ഇന്ത്യ പോലുള്ള സ്കീമുകൾ കേരളത്തിൽ വന്നു. വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള പിള്ളേര് അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് വലിയ രീതിയിൽ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണ്. ഇപ്പൊ ഈ ഇടയിൽ നമ്മൾ വായിച്ചു കാണും പത്രത്തിൽ, അവർക്ക് മാർക്ക് ജോലി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നമുക്ക് അറിയാം, കേന്ദ്രത്തിന്റെ ബഡ്ജറ്റില് കായിക രംഗത്തിന് എന്തുമാത്രം പൈസയാണ് മാറ്റി വെച്ചേക്കുന്നത്. നമുക്കിവിടെ കേരളത്തിൽ നല്ല സ്റ്റേഡിയങ്ങളില്ല, കായിക താരങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത തീരദേശത്തു നിന്നൊക്കെ ഒരുപാട്, നമുക്ക് സന്തോഷ് ട്രോഫിക്ക് പോയിരിക്കുന്ന മിക്ക കായിക താരങ്ങളും തീരദേശത്തു നിന്നുള്ളവരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവര് രാവിലെ കടലിലൊക്കെ പോയിട്ടാണ് വിഷമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത്. അവർക്ക് നല്ല ഡ്രസ്സില്ല, നല്ല ഷൂ ഇല്ല. ഇടയില് എനിക്ക് തന്നെ അറിയാം, ഞാൻ സ്റ്റേഡിയത്തില് ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ഒരു കുട്ടി, നമ്മുടെ ഹോസ്റ്റൽ കൗൺസിലിന്റെ ഹോസ്റ്റലിലുള്ള ഒരു കൊച്ചാണ് ഇട്ടുകൊണ്ട് വന്ന ഒരു ഷൂ. ഞാനത് ഈ ബഹളത്തിനിടെ ശ്രദ്ധിച്ചില്ല. എന്റെ കൂടെ എന്റെ മോള് എന്ന് പറഞ്ഞ അമ്മ കണ്ടോ, അതിനകത്തായിരുന്ന കൊച്ചിന്റെ കാല് ഷൂ കണ്ടോന്നു. എന്തായാലും ആ കൊച്ചിനെ വിളിച്ചതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം. നമ്മുടെ കായികരംഗം അങ്ങനെയല്ല ആകേണ്ടത്. പാവപ്പെട്ടവരായാലും നമുക്കൊരു വലിയ പേരുണ്ട് ഭാരതത്തിന്റെ പേരിൽ. ഒരുപാട് കായിക താരങ്ങളെ വളർത്തി വലുതാക്കി വിട്ട ഒരു നാടാണ് കേരളം. അപ്പൊ ഇതുപോലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുകയും കൂടുതൽ കായിക താരങ്ങളെ ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തും ഒക്കെ ഏറെ ജനശ്രദ്ധയും ജനങ്ങൾക്ക് ആകർഷണമുള്ള ഒരു ഈവന്റാണ് ഫുട്ബോൾ. ഒരുപാട് പിള്ളേര് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നവരാണ്. അപ്പം അതിനൊരു മുതൽക്കൂട്ടാവും. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് രീതിയിൽ നമ്മുടെ മിനിസ്റ്ററും ഒക്കെ ചെയ്തു വരും. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ നേതാക്കളും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ആശംസകളും അറിയിക്കുകയാണ്. പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ഫേസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി തേർഡിനും ഫോർത്തും ഇപ്പൊ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. തേർഡിനും ഫോർത്തിനും, 3rd April and 4th April ടർഫിൽ വെച്ചിട്ടാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്നുള്ളതുകൊണ്ട് നമുക്കൊരു ലെവൽസ് ടൂർണമെന്റ്, ഒരു വലിയ ഒരുപാട് മാച്ചുകൾ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗ്രൗണ്ടുകളുടെ അവൈലബിലിറ്റി ട്രിവാൻഡ്രത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി ഒരു സിംഗിൾ സൈഡ് ടൂർണമെന്റ് ഒരു 16 ടീമുകൾ, പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് അതൊരു പക്ഷേ 32 ടീമുകളിലേക്ക് വരെ പോകാം. അങ്ങനെ ഇനീഷ്യൽ റൗണ്ട് ഓഫ് ഒരു സെറ്റ് ഓഫ് മാച്ചസ് നമ്മൾ 2 ദിവസം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതിയും 7-ാം തീയതിയും ഫസ്റ്റ് വീക്കെൻഡില് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലും വെച്ചിട്ട് ഫൈനലില് ഒരു 11 സൈഡ് ഒരു നല്ലൊരു ഫംഗ്ഷൻ ചെയ്യാം എന്ന രീതിയിലാണ്. അതിന് അപ്പം അതിന് ഫുട്ബോൾ ടൂർണമെന്റ് 2024 എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന്റെ ലോഗോ ബന്ധപ്പെട്ട മിനിസ്റ്റർ ബാക്കി എല്ലാവരും ക്ഷണിക്കുന്നു.
ഈ നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2024 ഓൺഗോയിങ് ആ ടൂർണമെന്റിന്റെ ഓർഗനൈസേഴ്സിന് ഞാൻ എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസും ബെസ്റ്റ് വിഷസും. എൻ്റെ ഒരു തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വിഷൻ, ആ വിഷൻ ഡോക്യുമെന്റിലും ആ വിഷൻ എൻ്റെ പ്ലാനിലും അടുത്ത അഞ്ചു കൊല്ലത്തില് ഇവിടെ ഒരു മാറ്റം കൊണ്ടുപോകാനുള്ള പ്ലാനില് എല്ലാവർക്കും അറിയാം, ടെക്നോളജി, ടൂറിസം, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ഫിഷറീസ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, ഇത് 4 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ആണ്. അതിൽ 5ാമത്തെ ഒരു പില്ലറാണ് സ്പോർട്സ്. ഈ 5 പില്ലേഴ്സിൽ നോക്കിയാൽ യൂത്തിന്റെ ഫ്യൂച്ചറിന് വേണ്ടി എല്ലാവിധ സപ്പോർട്ട്, ഫെസിലിറ്റീസ്, എംപവർമെന്റ് വേണ്ടി ഈ 5 പില്ലേഴ്സിൽ തിരുവനന്തപുരത്തിന് യൂത്തിനും തിരുവനന്തപുരത്ത് ജനങ്ങൾക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതില് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫുട്ബോൾ ആൻഡ് സ്പോർട്സ് മേഖലയിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഓർഗനൈസർ തന്നെ പറയുന്നു, എല്ലാവർക്കും അറിയാം. ബട്ട് അതിനൊരു എനേബിളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു എനേബിളിംഗ് എൻവയറമെന്റ്, ഒരു എനേബിളിംഗ് ഫ്രെയിംവർക്ക് എൻകറേജ് ചെയ്യാൻ, എംപവർ ചെയ്യാൻ, അതില് ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെന്റ്സ്, ഇങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെന്റ്സ്, ഒരു ഫുൾ വിസിബിലിറ്റി, ഫുൾ സപ്പോർട്ട് ഉള്ളൊരു ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെന്റ് ഒരു വലിയൊരു പാർട്ടാണ് അതിന്റെ. ഈ ഫുട്ബോൾ മേഖലയിലാണോ ഏതെങ്കിലും ഒരു സ്പോർട്സിലാണെങ്കിലും അതൊന്ന്. രണ്ടാമത്തേത്, നമ്മൾ നരേന്ദ്രമോദി ഗവൺമെന്റ് 3ാമത്തെ ടേം വരുമ്പോൾ ഇവിടെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു സ്പോർട്സ് അക്കാഡമിക് ഫ്രെയിംവർക്ക്, സ്പോർട്സ് എംപവർമെന്റ് ആൻഡ് എക്സലൻസ് ഫ്രെയിംവർക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്ന അത് ഞങ്ങൾ ചെയ്യും. അത് രണ്ടാമത്തത്. മൂന്നാമത്, ഇത് രണ്ടും ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാവരും കാണണം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. 2036 ഒളിമ്പിക്സ്, 12 കൊല്ലം കഴിഞ്ഞിട്ട് 2036 ഒളിമ്പിക്സിന് നമ്മുടെ തിരുവനന്തപുരം ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ആ ഇന്ത്യൻ ടീം, ഒളിമ്പിക് ടീമിൽ ഒരു 4-5 കുട്ടികൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതൊരു പോസിബിൾ ആവുന്നു. സോ എൻ്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസ്, ആശംസകൾ. ആൻഡ് ആസ് എൻ എലക്ടഡ് MP എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആൻഡ് ആസ് എ മിനിസ്റ്റർ ഈ ടൂർണമെന്റിനെ ഞാൻ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഇന്ന് എല്ലാവരും മുമ്പിൽ ഉറപ്പ് തരുന്നു, കമ്മിറ്റ് ചെയ്യുന്നു. മൈ ബെസ്റ്റ് വിഷസ്. നമസ്കാരം. സുരേന്ദ്രൻ പിള്ളജി ഒരു വലിയൊരു എൻ്റെ ഇതിൽ വലിയൊരു റെസ്പെക്റ്റഡ് ലീഡറാണ്. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ ഞാനൊരു കേർട്ടസി വിസിറ്റിന് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല വെള്ളാപ്പവും പഴംപൊരിയും കഴിച്ചു, കാപ്പി കുടിച്ചു. അവിടുന്ന് ക്യാമ്പയിൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഒരു രാഷ്ട്രവുമില്ല. എല്ലാത്തിലും ഇപ്പോൾ രാഷ്ട്രീയം കാണാൻ ആവശ്യമില്ലല്ലോ. ഞാൻ കർട്ടിസി വിസിറ്റിന് പോയതാണ്. അദ്ദേഹം ഞാൻ വലിയൊരു അഡ്മയർ ചെയ്യുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ട് അയാളെ കാണാൻ പോയി. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും? താങ്ക് യു.